ഹോട്ടലിൽ നിന്ന് ഓടിയത് എന്തിനാണ് അന്വേഷണ സംഘം വന്നപ്പോൾ എന്ന് ഷൈൻ ടോം ചാക്കോയോട് ചോദിച്ചപ്പോൾ ഷൈൻ ടോം ചാക്കോ പറഞ്ഞത് ആക്രമിക്കാനെത്തിയ സംഘമാണെന്ന് കരുതി എന്നാണ്. അപ്പോൾ ഡിലീറ്റ് ആയിപ്പോയ മെസ്സേജുകളെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇനി ഷൈൻ എന്ത് പറയുമെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയായിരിക്കും. ഒപ്പം സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചും കൃത്യമായ അന്വേഷണം നടക്കുമ്പോൾ താരങ്ങൾ ആ കേസിൽ കുടുങ്ങുമോ എന്നുള്ളത് നമുക്കറിയാം. ഈ ലഹരി ഉപയോഗത്തിൽ ഷൈൻ ടോം ചാക്കോക്കെതിരായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും പരമാവധി തെളിവുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം. കൊക്കൈൻ കേസിൽ നേരിട്ടതുപോലെയുള്ള തിരിച്ചടി ഈ കേസിലും ഒഴിവാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനാൽ ഷൈനിന്റെ ഫോൺ കോളുകളും ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. നിലവിലെ FIR സംബന്ധിച്ച് പോലീസിനുള്ളിൽ ആശയക്കുഴപ്പമില്ലെന്നും നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് FIR ഇട്ടതെന്നുമാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ പ്രതികരണം. ഒന്ന് കാണൂ. ലീഗൽ ഒപ്പീനിയൻ വാങ്ങിച്ചിട്ടാണ് നമ്മൾ കേസെടുത്തത്. നമ്മൾ FSL ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സ്പീഡായിട്ട് തരാൻ പറയാം. സാധാരണ കുറച്ച് സമയം എടുക്കും അതൊക്കെ, പക്ഷേ നമ്മൾ പെട്ടെന്ന് തരാനുള്ള നടപടി എടുക്കും. അപ്പോൾ നമ്മൾ അന്വേഷണം പല വഴികളിലേക്ക് നോക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ഒന്നും പറയാനായിട്ടില്ല. അങ്ങനെ സ്ഥിരീകരിച്ച് ഇല്ല, വേറെ ഇല്ല. അന്വേഷണത്തിൽ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വിളിക്കും, പക്ഷേ അതിൻ്റെ മുമ്പ് നമ്മൾ കുറേ അന്വേഷണം ചെയ്യാനുണ്ട്. ചെയ്യാതെ വിളിച്ചിട്ട് കാര്യമില്ല ആക്ച്വലി. അതുകൊണ്ട് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവിടെ എടുക്കാം. അവരെല്ലാവരും മൊഴി എടുക്കും? അല്ല, എടുക്കും. സ്ലോ ആയിട്ട് നമ്മൾ ആവശ്യമുണ്ടെങ്കിൽ എടുക്കും. വന്നവേർ അല്ലാത്ത ആൾക്കാർ ആറ് എന്തിനാ വന്നു എന്ന കാര്യങ്ങൾ നമ്മൾ എന്തായാലും നോക്കും. അല്ല, ഇപ്പോൾ നമ്മൾ വിളിപ്പിക്കാനൊന്നും ആയിട്ടില്ല. SS ശരൺ നൽകും വിശദാംശങ്ങൾ. ശരൺ, ഞാൻ ആ പ്രതികരണം കേൾക്കുകയായിരുന്നു. അതായത് ഞങ്ങളെല്ലാം നോക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങ് സ്ഥിരീകരിക്കാനായിട്ടില്ല. ആ പോയിന്റാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതായത് നിലവിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് ഷൈൻ ടോം ചാക്കോക്കെതിരെ കൃത്യമായ എന്തെങ്കിലും തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായിട്ടില്ല. നേരത്തെയുള്ള കൊക്കൈൻ കേസ് നമ്മുടെ മുന്നിലുണ്ട്. അന്നും പോലീസിന് അന്വേഷണ സംഘത്തിന് കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ കഴിയാത്തത് കൊണ്ടുകൂടിയാണ് ഷൈൻ ഇപ്പോൾ കുറ്റവിമുക്തനായി ഇങ്ങനെ പുറത്തിറങ്ങി നടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് എന്നുള്ളത് നമുക്കറിയാം. ഷൈൻ തന്നെ പറഞ്ഞിട്ടുണ്ട് താൻ ലഹരി ഉപയോഗിക്കാറുണ്ടെന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ തന്നെ ഈ ഒരു കേസിലും കൃത്യമായ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞില്ലെങ്കിൽ അത് എത്ര വലിയ തിരിച്ചടിയായി മാറും ശരൺ. അപ്പോൾ എന്താണ് ഇപ്പോൾ ഇവരുടെ ഒരു നീക്കം? ഇത് പെട്ടെന്നെടുത്തൊരു FIR ആണെന്ന് ഉള്ളൊരു ആശങ്ക ഇവർക്കിടയിൽ ഇല്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണല്ലേ? അത്തരത്തിൽ ഒരു ആശങ്കയും ഇല്ലല്ലോ അല്ലേ? റോഷ്നി, അത്തരത്തിലൊരു ആശങ്കയും ഇല്ല എന്നുള്ളത് തന്നെയാണ് സിറ്റി പോലീസ് കമ്മീഷണർ പറയുന്നത്. കേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസുണ്ടോ എന്ന് ചോദിച്ചാൽ കേസുണ്ട്, പക്ഷേ തെളിവുകളുണ്ടോ എന്ന് ചോദിച്ചാൽ തെളിവുകളില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഉന്നത ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. എന്തായാലും അത് സംബന്ധിച്ച് കൂടുതൽ തെളിവ് ശേഖരണത്തിലേക്ക് കടന്നിരിക്കുകയാണെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. നേരത്തെ ഈ FIR രജിസ്റ്റർ ചെയ്തതിന് പിന്നാലെ FIR-നെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നതാണ്. ഇത് ദുർബലമായ FIR ആണ്, ഇതുമായി കോടതിയിലേക്ക് പോയാൽ തിരിച്ചടി നേരിടുമെന്നുള്ളത് പോലീസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അഭിപ്രായം ഉണ്ടായിരുന്നു അടക്കം ആണ് പുറത്തു വന്നിരുന്ന വിവരങ്ങൾ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറോട് വ്യക്തത തേടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കൃത്യമായ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിൽ പ്രധാനമായും ഈ FIR-ൽ പ്രധാനമായും പറയുന്നത് ഷൈൻ ടോം ചാക്കോ ആ സുഹൃത്തുമൊത്ത് റൂം എടുത്തിരിക്കുന്നത് ലഹരി ഉപയോഗത്തിന് വേണ്ടിയാണ്. അങ്ങനെ ലഹരി ഉപയോഗത്തിൻ്റെ തെളിവുകൾ നശിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്നുള്ളതാണ്. ഇനി ഇക്കാര്യത്തിൽ ഇതിനൊരു ബേസ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് FSL റിപ്പോർട്ടാണ്. അതായത് ഇതിനകം തന്നെ ഷൈൻ ടോം ചാക്കോയുടെ മുടിയും നഖത്തിൻ്റെയും യൂറിൻ്റെയൊക്കെ സാമ്പിളുകൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അത് വിശദമായ പരിശോധനയ്ക്കായി അയക്കുന്നുണ്ട്. അതിൻ്റെ FSL റിപ്പോർട്ട് വരണം. അത് പോസിറ്റീവായാൽ മാത്രമേ ഈ FIR നിലനിൽക്കൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെയാണ് മറ്റ് പല തെളിവുകളും ശേഖരിക്കാനുള്ള നീക്കവും പോലീസ് നടത്തുന്നത്. നേരത്തെ ഈ ലഹരി ഇടപാടുകാരനായ സജീറുമായിട്ട് സാമ്പത്തിക ഇടപാടുകൾ ഷൈൻ ടോം ചാക്കോയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിരുന്നതാണ്. എന്നാൽ അത് ലഹരി ഇടപാടിന് വേണ്ടിയാണോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താനുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഷൈൻ ടോം ചാക്കോയുടെ ഫോൺ കോളുകളും ഒപ്പം ബാങ്ക് ഇടപാടുകളും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുന്നത്. ഇതോടൊപ്പം തന്നെയാണ് ഷൈൻ അവിടെ അത് വേദാന്ത ഹോട്ടലിൽ റൂം എടുത്തിരുന്ന ദിവസം ആരൊക്കെയാണ് ഹോട്ടലിലേക്ക് എത്തിയത്, ആരൊക്കെയായിട്ടാണ് കൂടിക്കാഴ്ചകൾ നടത്തിയത്, അവരിൽ ആരെങ്കിലും ഈ ലഹരി ഇടപാടുകാർ ഉണ്ടാവും. ഒപ്പം തന്നെ ഇറങ്ങി ഓടിയ സമയത്ത് അവിടുന്ന് ഒരു ബൈക്ക് യാത്രികനാണ് ഈ ഷൈൻ ടോം ചാക്കോയെ ആഡംബര ഹോട്ടൽ മുറിയിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആർക്കെങ്കിലും ഇതിൽ കണക്ഷൻ ഉണ്ടോ എന്നൊക്കെ തന്നെ പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. അവരുടെ മൊഴികൾ കൂടി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നത്. എന്തായാലും റോഷൻ സൂചിപ്പിച്ച തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ കൊക്കൈൻ കേസ്, അതായത് 10 വർഷങ്ങൾക്ക് മുമ്പുള്ള കൊക്കൈൻ കേസ്, കേരളത്തിലെ തന്നെ ആദ്യ കൊക്കൈൻ കേസാണ്. ആ
കൊക്കൈൻ കേസിലെ പ്രതിയായ നടൻ ഷൈൻ ടോം ചാക്കോ പോലീസിന്റെ വീഴ്ചകൾ കൊണ്ട് തന്നെ കുറ്റവിമുക്തനാക്കപ്പെട്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. അപ്പോൾ ഈ കേസിൽ തെളിവുകളില്ലാതെ കോടതിയിലേക്ക് പോയാൽ വീണ്ടും ഒരു തിരിച്ചടി പോലീസ് കാരണം ഷൈൻ ടോം ചാക്കോക്കെതിരെ കുരുക്ക് മുറുക്കണമെങ്കിൽ, പ്രത്യേകിച്ച് ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു കേസ് കൂടുതൽ ശക്തിപ്പെടണമെങ്കിൽ ഈ ലഹരി ഉപയോഗിച്ചതുമായി ബന്ധപ്പെട്ട തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ ഉണ്ടായ കൊക്കൈൻ കേസിൽ എന്തായിരുന്നു അന്വേഷണ സംഘത്തിന് പറ്റിയ പാളിച്ച? പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള അന്വേഷണ സംഘം അത് ചെക്ക് ചെയ്യുമല്ലോ. നേരത്തെയുള്ള പാളിച്ചകളൊക്കെ നോക്കി സമാനമായ ഒരു കേസ്, അപ്പോൾ എവിടെ പാളിച്ച പറ്റുന്നു എന്നുള്ളത് പരിശോധിച്ച് അത് പറ്റാതിരിക്കാൻ കൂടി ആയിരിക്കുമല്ലോ അന്വേഷണ സംഘം ശ്രമിക്കുന്നുണ്ടാവുക. അതെങ്ങനെയായിരിക്കും ശരൺ? റോഷിനി, നേരത്തെ കൊക്കൈൻ കേസിൽ പോലീസിന് വീഴ്ചകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് കോടതി ഉത്തരവിൽ അക്കമിട്ട് നിർത്തിയിരുന്നതായിരുന്നു. അതിൽ പ്രധാനമായി പറഞ്ഞിരുന്നത് പരിശോധനകൾ നടത്തുന്നതിലടക്കം പോലീസിന് വീഴ്ചകൾ ഉണ്ടായെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് ഇങ്ങനെ സ്പോട്ടിൽ വെച്ച് തന്നെ ഇന്നയാളെ പിടിക്കുമ്പോൾ, ലഹരി ഉപയോഗിച്ച ആളെ പിടിക്കുമ്പോൾ കൃത്യമായ പരിശോധനകൾ നടത്തേണ്ടതായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പരിശോധനകൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നില്ല. ഇത്തവണ അതുകൊണ്ട് കൂടിയാണ് ജാഗ്രതയോടെയുള്ള നീക്കങ്ങൾ പോലീസ് നടത്തുന്നത്. പ്രത്യേകിച്ച് ഈ ചോദ്യം ചെയ്യലിനിടയിൽ ഷൈൻ ടോം ചാക്കോ പറഞ്ഞിരിക്കുന്നത് താൻ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നുള്ളതാണ്. നേരത്തെ കഞ്ചാവും മെത്താഫെറ്റമിനും ഒക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 1 മാസത്തിനുള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള മറുപടിയാണ് ഷൈൻ നൽകിയിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ നഖവും മുടിയും യൂറിനും ഒക്കെ സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ ഒരു FSL റിപ്പോർട്ടിന് വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് കാത്തിരിക്കുന്നത്. അതിൽ പോസിറ്റീവ് ആയില്ല എന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി പോലീസിന് നേരിടുന്ന സാഹചര്യം ഉണ്ടാകും. കോടതി തന്നെ ചോദിക്കും, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഷൈൻ ടോം ചാക്കോയെ പ്രതി ചേർത്തുന്നടക്കം ചോദ്യങ്ങൾ പോലീസിന് നേരിടേണ്ടി വരും. ഇതോടൊപ്പം തന്നെ ഇതിൽ മാത്രമല്ലാതെ കുറച്ചുകൂടെ വ്യാപ്തിയിലുള്ള അന്വേഷണത്തിലൂടെ തന്നെ കൂടുതൽ കുരുക്കുമുറുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസുള്ളത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ലഹരി ഇടപാടുകൾ സംബന്ധിച്ചുള്ള എന്തെങ്കിലും തെളിവുകൾ കിട്ടിയാൽ അത് ഈ കേസിന് ബലമേകുമെന്നുള്ളതാണ് പോലീസ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. ശരി, എന്തായാലും എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. ശരണാണ് വിശദാംശങ്ങൾ നൽകിയത്.